ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാസും ഹാവും പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാഡ്. നമ്മൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസുകളിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് ഒരു അതിഥി ഉണ്ടായിരുന്നു, അതിനാലാണ് എനിക്ക് ഇന്നലെ വരാൻ കഴിയാഞ്ഞത്. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഐ ഹാഡ് എ ഗസ്റ്റ്, ദാറ്റ് ഈസ് വൈ ഐ കുഡിൻ കം യെസ്റ്റർഡേ. കുഡിൻ്റെ യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അടുത്ത എക്സാമ്പിൾസ് നോക്കാം. അവൾക്ക് രാവിലെ ധാരാളം സമയമുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെങ്ങനെ പറയും? ഷീ ഹാഡ് ഇനഫ് ടൈം ഇൻ ദ മോർണിംഗ്, നൗ ഷീ ഹാസ് നോ ടൈം. ഓക്കെ. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതുവരെ അവൾക്ക് ദൈവവിശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ ഷീ ഹാഡ് നോ ബിലീഫ് ഇൻ ഗോഡ് ബിഫോർ ഷീ വെൻറ്റ് ടു എ റിട്രീറ്റ് സെൻറ്റർ. എൻ്റെ കയ്യിൽ 7,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഹാഡ് 7,000 ബക്സ് വിത്ത് മീ. ഓക്കെ. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എങ്ങനെ പറയും? ഐ ഹാഡ് നോ പ്രോബ്ലം. ഇനിയും അടുത്തതായിട്ട് നമ്മൾ ഹാഡ് വരുന്ന ക്വസ്റ്റ്യൻ ഫോമിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എക്സാമ്പിൾസിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ആ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്രോനൗൺ പ്ലസ് ഹാവ്, പിന്നെ നമ്മുടെ ബാക്കി സെൻറ്റൻസ് എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് സബ്ജക്റ്റ് പ്രോനൗണ്. എക്സാമ്പിൾസ്: ഡിഡ് ഷീ ഹാവ് ടൈം ഏർലിയർ, നേരത്തെ അവൾക്ക് സമയമുണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എനി പ്രോബ്ലം, താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ ഹീ എന്നോ ഷീ എന്നോ യു എന്നോ ദേ എന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ നമ്മൾ ഡിഡും ഹാവും കൂടാണ് ചേർക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ought to. ought to എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള മീനിങ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടവനാണ്, ചെയ്യേണ്ടവളാണ്. അതായത് നമ്മളുടെ കടമയെപ്പറ്റി സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമ്മൾ ought to സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ought toവിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ought to പ്ലസ് വെർബ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഹൈസ്കൂൾ ഗ്രാമറിന് വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിലും ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ മുതിർന്നവരെ അല്ലെങ്കിൽ അധ്യാപകരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ പറയും? വി ought to റെസ്പെക്റ്റ് എൽഡേഴ്സ് ഓർ അവർ ടീച്ചേഴ്സ് ഓർ അവർ പേരൻസ്. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് ആണ്. വി ought to ഹെൽപ്പ് ദ പുവർ. നിങ്ങൾ കുടുംബം പുലർത്തേണ്ടവനാണ്. യു ought to ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി. അയാൾ ചെയ്ത സഹായത്തിന് നമ്മൾ അയാളോട് നന്ദി പറയേണ്ടതാണ്. വി ought to സേ ഹിം താങ്ക്സ് ഫോർ ഹിസ് ഹെൽപ്പ്. അടുത്ത സെൻറ്റൻസുകൾ നമുക്ക് ഒന്ന് നോക്കാം. കല്യാണത്തിന് 2 ദിവസം മുൻപേ താങ്കൾ വന്ന് എല്ലാ കാര്യവും നോക്കിക്കണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എങ്ങനെ പറയും? യു ought to കം 2 days ahead of the marriage and boss on everything. എല്ലാ കാര്യവും നോക്കിക്കണ്ട് ചെയ്യേണ്ടവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ബോസ് ഓൺ എവരിതിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു. ബൈ ബൈ.